അന്ന് ഒരു വ്യാഴാഴ്ചയായിരുന്നു. പോർച്ചുഗൽ എസ്റ്റാഡിയോ സ്റ്റേഡിയത്തിൽ അവസാന വിസിൽ വീഴുമ്പോൾ അയാൾ അന്തരീക്ഷത്തിൽ പടർത്തിയ അഗ്നിയിൽ പലരും വെന്തുവെണ്ണീരാകുന്നുണ്ട്. അതിൻ്റെ ചൂടും ഇന്ന് കേരളത്തിലെ പല വിമർശകരുടെയും നെഞ്ചകം പോലും പൊള്ളിക്കുന്നുണ്ട്. 2022 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ പോർച്ചുഗലും അയർലൻഡും തമ്മിൽ മത്സരം നടക്കുകയായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ 10 മിനിറ്റിൽ തന്നെ പോർച്ചുഗലിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് അവരുടെ നായകൻ പാഴാക്കും. വെറുതെ പാഴാക്കിയതല്ല, വെറും 19 വയസ്സുള്ള അയർലൻഡ് ഗോൾ കീപ്പർ അത് സേവ് ചെയ്യുകയായിരുന്നു. ശേഷം അയർലൻഡ് പോർച്ചുഗലിനെതിരെ സ്കോർ ചെയ്യുകയും ചെയ്തു. ഒരു ഗോളിന് പോർച്ചുഗലിക്ക്. മത്സരത്തിൻ്റെ മിനിറ്റ് സൂചി സഞ്ചരിച്ച് 90-ാം മിനിറ്റിലേക്ക് വരെ എത്തുവാൻ ആരംഭിച്ചു. റൊണോയെ വിമർശിക്കുവാനായും പരിഹസിക്കുവാനായും തക്കം പാർത്തിയെന്നവർ പുറത്തേക്ക് വന്നു. അവർ ഇൻ്റർനെറ്റിൽ വിമർശന വാചകങ്ങൾ തയ്യാറാക്കി കാത്തിരുന്നു. പിന്നീട് എന്തുണ്ടായി എന്നാണ് ചോദ്യമെങ്കിൽ പരിഹസിക്കാൻ കാത്തിരുന്നവരും എന്തിന് ഇങ്ങ് കേരളത്തിലെ വിമർശകരുടെയും പോലും ഉറക്കം പോയി. അതെ, അയാളുടെ എത്ര കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ അയാളെ സംശയിച്ചു. ഞാൻ നിങ്ങൾക്ക് 2 ഉപദേശങ്ങൾ തരാം. ഒന്ന്, ഒരിക്കലും റോണോ കളത്തിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ മത്സരം അവസാനിക്കും മുന്നേ ആഘോഷിക്കരുത്. 2, ഒരിക്കലും ആദ്യത്തെ ഉപദേശം മറക്കരുത്. That's why he's costly. റൊണാൾഡോയുടെ കരിയറിൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ഗോൾ കൂടി നേടിയാൽ ഇൻ്റർനാഷണൽ കരിയറിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനായി അയാൾക്ക് അലൈദയുടെ ഹിസ്റ്ററി ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ആ സ്വപ്നം നിറവേറ്റുവാൻ തന്നെയാണ് അയാൾ ആ മത്സരത്തിനായി ഒരുങ്ങിയിറങ്ങിയതും. വൈകാതെ അതിനുള്ള ഉത്തരവും അതിനുള്ള അവസരവും അയാൾക്ക് മത്സരത്തിൻ്റെ 10 മിനിറ്റിൽ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ആ പെനാൽറ്റി ലക്ഷ്യം കാണുന്നതിൽ അയാൾ വിജയിക്കുന്നില്ല. 19 വയസ്സ് മാത്രം പ്രായമുള്ള അയർലൻഡ് ഗോൾ കീപ്പർ ബസുനു ആ കിക്ക് തട്ടി അകറ്റുന്നുണ്ട്. അല്പം നിരാശ ഉണ്ടായിരുന്നെങ്കിലും പോലും മത്സരം വീണ്ടും തുടരുകയായിരുന്നു. എന്നാൽ അയാളുടെ രക്തസമ്മർദ്ദം വർദ്ധിച്ചു വന്നത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ അവസാന സെക്കൻഡുകളിലായിരുന്നു. 45-ാം മിനിറ്റിൽ അയർലൻഡ് താരം മീഗൻ പോർച്ചുഗലിനെ 1 ഗോളിന് പുറകിലാക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ നിലം വിറയ്ക്കുന്ന തരത്തിലുള്ള മത്സരങ്ങൾ അതിജീവിച്ച അയാൾക്ക് അതൊരു ഭീഷണിയായിരുന്നേയില്ല. പക്ഷേ 2-ാം പകുതി ഏറെ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. പോർച്ചുഗൽ അതിന് മറുപടി നൽകുവാൻ സാധിക്കാതെ മത്സരത്തിൽ അവസരങ്ങൾ ഓരോന്നും പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. റൊണോയും സംഘവും കിഴങ്ങി പരിശ്രമിച്ചിട്ട് പോലും അയർലൻഡ് ഗോൾ കീപ്പറും താരങ്ങളും ആ ഒരു ഗോളിൽ തൂങ്ങി മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മിനിറ്റ് സൂചി സഞ്ചരിച്ച് 85-ാം മിനിറ്റ് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പോർച്ചുഗൽ ആരാധകരുടെ സിരകളിൽ തീ പിടിച്ച് കാണുന്നു, കളിക്കാരിൽ അഗ്രഷനും. പക്ഷേ റോണോയുടെ മനസ്സിൽ എന്തായിരിക്കും? തൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച നിമിഷം തീർക്കുവാൻ സാധിക്കുന്നൊരവസരം അയാൾ പാഴാക്കുന്നു. ഈ ഒരു മത്സരം ഈ സ്കോറിൽ അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ പഴി മുഴുവൻ അയാൾ ഏൽക്കേണ്ടി വരും, ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരും. റോണോ ഗോളടിച്ച് ജയിച്ചാൽ ടീമിൻ്റെ വിജയവും, തോറ്റാൽ അത് അയാളുടെ മാത്രം കുഴപ്പമാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്. പ്രായം 36-ലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. പോരാത്തതിന് വെറും 19 വയസ്സുള്ള ചെറുക്കൻ തൻ്റെ പെനാൽറ്റി തടഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ഗാലറി മുഴുവൻ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വിമർശകർ തൻ്റെ തോൽവി ആഘോഷിക്കുവാൻ പുറത്ത് കാത്തിരിക്കുകയായിരിക്കും. പക്ഷേ അയാൾക്ക് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക എന്നതുപോലും ബാധിച്ച കാര്യമാണല്ലോ.
മുന്നിൽ ഇനി എന്താണ്, അതാണ് അയാളുടെ ലക്ഷ്യം. തിരിച്ചുള്ള രാജാവാണെന്ന പട്ടം അയാൾ അങ്ങനെയാണ് ഈ ഭൂലോകത്ത് ഉണ്ടാക്കിയെടുക്കും. അതെ, അതൊരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ ഒരവസരം വന്നിരിക്കുന്നു. അയാളുടെ പരാജയം ആഘോഷിക്കാൻ കാത്തിരുന്നവർക്ക് മുന്നിൽ ആ മത്സരത്തിൻ്റെ വിധി മാറ്റിമറിക്കുവാൻ അയാൾക്ക് 2 നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. മത്സരത്തിൻ്റെ 89-ാം മിനിറ്റിൽ ഗോൺസലോയുടെ ക്രോസിന് ഉജ്ജ്വല ഹെഡറിലൂടെ ലോക റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അയാൾ പോർച്ചുഗലിന് ഒപ്പമെത്തിക്കുന്നു. ഇരുകൈകളും വാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല എന്നയാൾ പറയാതെ പറയുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈം നടന്നകലുകയായിരുന്നു. മത്സരഫലം സമനില അവസാനിക്കുമെന്ന് ഗാലറിയും അയർലൻഡും പോർച്ചുഗൽ ആരാധകരും എന്തിനി ഈ ലോകം പോലും വിശ്വസിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരാൾ മാത്രം അതിനൊരുക്കമല്ലായിരുന്നു. തന്നെ വിമർശിച്ചവർക്ക് മറുപടി നൽകണമെന്ന് അയാൾ മുന്നേ കണക്ക് കൂട്ടിയിരുന്നു. അല്ല, അതാണല്ലോ അല്ലെങ്കിലും അയാളുടെ ശീലം. മത്സരത്തിൻ്റെ 96-ാം മിനിറ്റിൽ മറ്റൊരു ഹെഡറിലൂടെ വിമർശനങ്ങളുടെ നിശബ്ദമാക്കിക്കൊണ്ട് അയാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. തൻ്റെ ജേഴ്സി വലിച്ചൂരിയെറിഞ്ഞുകൊണ്ട് ആ ഗാലറിക്ക് അഭിമുഖമായി ഒരു നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ രാജ്യം ഇന്നും തൻ്റെ ചുമലിൽ സുരക്ഷിതമായിരിക്കുമെന്ന് അയാൾ ഈ ലോകത്തോട് പറയാതെ പറയുന്നുണ്ടായിരുന്നു. തൻ്റെ കരിയറിലെ അവസാന നാളുകളിലും അയാളുടെ ആവനയിൽ അവസാനിക്കാത്ത അമ്പുകൾക്ക് ഇന്നും അയവ് വന്നിട്ടില്ല എന്നും തൻ്റെ ടീമിനെ തിരിച്ചു കൊണ്ടുവരാൻ മൊമെൻറ്റുകൾ മാത്രം മതിയെന്നും അയാൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് തെളിയിക്കുന്നു. പരാജയമുഖത്ത് നിൽക്കുമ്പോഴും അടങ്ങാത്ത പോരാട്ട വീര്യത്തിലൂടെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം തോൽവികളെ വിജയിച്ച് കയറുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് റൊണാൾഡോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിമർശകർ മുൻകൂട്ടി വിചാരിച്ചതും ചിന്തിച്ചതും വിധിച്ചതുമെല്ലാം അയാൾ ഒറ്റ നിമിഷം കൊണ്ട് തട്ടിത്തെറിപ്പിക്കും. നിലംപിറക്കുന്ന നിമിഷങ്ങൾ അയാൾ പുനർജനിപ്പിക്കും. അയാളുടെ അവതാരം കണ്ട് നിങ്ങളുടെ മനസ്സ് പോലും വിറച്ചിരിക്കും. റൊണാൾഡോ എതിർ ടീമിലുണ്ടായാൽ വിജയിച്ചു നിൽക്കുകയാണെങ്കിൽ പോലും അവസാന വിസിൽ മുഴങ്ങും വരെ വിജയം ആഘോഷിക്കാൻ നിൽക്കരുത് എന്നതിൻ്റെ ഒരു തെളിവ് മാത്രമായിരുന്നു എസ്റ്റാഡിയോ അൽഗ്രയിൽ അന്ന് ലോകം സാക്ഷിയായത്. പക്ഷേ മുൻപ് പലവട്ടം ഇതേ ലോകം ഇത്തരം സാഹചര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. 89-ാം മിനിറ്റിൽ ലോക റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് തന്റെ രാജ്യത്തെ രക്ഷിക്കുന്നുണ്ട്. 96-ാം മിനിറ്റിൽ രാജ്യത്തെ സംരക്ഷിക്കുകയും ആ മത്സരം തൻ്റേത് മാത്രമാക്കി അയാൾ മാറ്റുന്നുണ്ട്. ആ ഒരു നിമിഷം ഇന്നും ഈ ഫുട്ബോൾ ലോകം മറക്കാനിടയില്ല. അന്ന് എസ്റ്റാഡിയോ അൽഗ്രയിൽ ആ മത്സരം അവസാനിക്കുമ്പോൾ ഒറ്റ പേര് മാത്രമാണ് അവശേഷിച്ചത്. വിമർശകരുടെ മുൻചിന്തകളെ ശിഥിലമാക്കിയ, പരിഹാസങ്ങളെ അഗ്നിക്കിരയാക്കിയ, എതിരാളികളുടെ മുൻവിധിയെയും അവരുടെ വായ്ത്താളങ്ങളെ നിശബ്ദമാക്കിയ ഒറ്റ പേര്, അത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ്.